ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 7-ലെ എക്സാമ്പിൾ 7 ആണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഈ ക്വസ്റ്റ്യനൊക്കെ നന്നായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻ വാട്ട് റേഷ്യോ ഡസ് ദ പോയിൻറ്റ് -4,6 ഡിവൈഡ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദ പോയിൻറ്റ്സ് എ -6,10 ആൻഡ് ബി 3,-8. അപ്പോൾ ഇവിടെ -4,6 ഈ രണ്ട് പോയിൻറ്റുകളെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് റേഷ്യോയിലാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതാ ഇവിടെ ദിസ് ഈസ് പോയിൻറ്റ് എ ആൻഡ് ദിസ് ഈസ് പോയിൻറ്റ് ബി. ഈ രണ്ടെണ്ണത്തിനെയും -4,6 ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് എന്ത് റേഷ്യോയിലാണ് എന്ന് നമുക്ക് തന്നിട്ടില്ല. എക്സാമ്പിൾ 6-ൽ നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ടായിരുന്നു. ഈ എയും ബിയും കോർഡിനേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഡിവൈഡ് ചെയ്യുന്ന പോയിൻ്റ് കണ്ടുപിടിക്കാനായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ പക്ഷേ നമുക്ക് എന്ത് തന്നിട്ടില്ല? റേഷ്യോ നമുക്ക് തന്നിട്ടില്ല. ഇങ്ങനെ റേഷ്യോ തന്നിട്ടില്ലാത്ത കേസിൽ എന്ത് ചെയ്യണമെന്ന ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ പഠിപ്പിച്ചത്. റേഷ്യോ നമ്മൾ എന്തായിട്ടെടുക്കും? റേഷ്യോ നമ്മൾ k:1 ആയിട്ടെടുക്കും. k:1. അതായത് ഇതിനെ k:1 എന്ന റേഷ്യോയിൽ ഈ ലൈൻ സെഗ്മെൻറ്റിനെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് നമ്മൾ എടുക്കും. അപ്പോൾ M1 M2-ന് പകരം എന്ത് വരും? കെയും 1 വരും. M1-ന് പകരം k വരും, M2-ന് പകരം 1 വരും. എന്നിട്ട് നമ്മുടെ മറ്റേ ഇക്വേഷൻ തന്നെ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ Px, y പകരം എന്ത് വരും? -4,6 എന്ന് വരും. അപ്പോൾ നമ്മുടെ സെക്ഷൻ ഫോർമുലയിൽ Px, yക്ക് പകരം നമുക്ക് -4,6 = എന്തായിരുന്നു നമ്മുടെ സെക്ഷൻ ഫോർമുല? M1x2 + M2x1/M1 + M2. അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്കിങ്ങനെ എഴുതാം. ലെറ്റ് -4,6 ഡിവൈഡ് AB internally in the ratio k:1. k:1 എന്നുള്ള റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. യൂസിങ് സെക്ഷൻ ഫോർമുല വി ഗെറ്റ്, എന്താണ് സെക്ഷൻ ഫോർമുല? Px, y. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഫോർമുല ഒന്നുകൂടെ ഇങ്ങോട്ട് എടുത്തെഴുതാം കേട്ടോ. M1x2 + M2x1/M1 + M2. അടുത്ത എന്താ? M1y2 + M2y1 / M1 + M2. ഇനി നമ്മൾ നമ്മുടെ വാല്യൂസ് എല്ലാം ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ Px, y നമുക്ക് കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. എന്താണ്? -4,6 = ഇനി ഇതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. M1-ന് പകരം എന്ത് വരും? k വരും. അപ്പോൾ k × x2 എന്താണ്? അപ്പോൾ ദാ ഇവിടെ ഞാൻ കോർഡിനേറ്റ് ഇങ്ങോട്ടൊന്ന് എഴുതാം. -6,10 3,-8. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാൻ ഞാൻ ഇങ്ങോട്ട് ഓരോന്നും എടുത്തെഴുതുവാണ്. x1 is -6, x2 is 3, y1 is 10, y2 is -8. ഇങ്ങനെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ M1 is k, x2 is 3. അപ്പോൾ എന്ത് വരും? 3k + M2 is 1, x1 is -6. അപ്പോൾ 1 × -6 is -6. M1 is k + M2 is 1. അടുത്തത് M1 is k, y2 is -8. അപ്പോൾ എന്ത് വരും? -8k + M2 is 1, y1 is 10. അപ്പോൾ 10/k + 1. ഇനി നമുക്ക് റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇതാ ഇത് നോക്കിയേ. ഇതെന്തിന് ഈക്വലാണെന്ന് പറഞ്ഞേ? എക്സ് എന്ന് പറയുന്നത് ഇതാണല്ലേ. x = ഇതെഴുതാം, y = ഇതെഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? -4 = എന്തെഴുതാം? 3k - 6/k + 1 എന്ന് എഴുതാം. ഓക്കെ. ഇനി ഇതിനെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ k + 1-നെ ഇങ്ങോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതെന്ത് കിട്ടും?
നെഗറ്റീവ് 4 ഇൻറ്റു കെ ഈസ് നെഗറ്റീവ് 4k പ്ലസ് നെഗറ്റീവ് 4 ഇൻറ്റു 1 ഈസ് നെഗറ്റീവ് 4 ഇസ് ഇക്വൽ ടു 3k മൈനസ് 6 എന്ന് കിട്ടി. ഇനി കോൺസ്റ്റൻറ്റ് വേരിയബിൾ ഉള്ളതിനെയെല്ലാം ഞാൻ ഒരിടത്തേക്ക് എഴുതുന്നു. അപ്പോൾ നെഗറ്റീവ് 4k മൈനസ് 3k ഇസ് ഇക്വൽ ടു നെഗറ്റീവ് 6, ഇതിപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 4 എന്നാവും. നെഗറ്റീവ് 4kയും ഇതും കൂടെ എന്താവും? നെഗറ്റീവ് 7k ഇസ് ഇക്വൽ ടു നെഗറ്റീവ് 2. k ഈസ് ഇക്വൽ ടു നെഗറ്റീവ് 2/-7. അതായത് k ഈസ് ഇക്വൽ ടു 2/7 എന്ന് കിട്ടി. k മീൻസ് k/1 എന്ന് എടുക്കാം അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? റേഷ്യോയിൽ എങ്ങനെ എഴുതാം? k ഈസ് ടു 1 ഈസ് ഇക്വൽ ടു 2 ഈസ് ടു 7. k/1 എന്ന് പറയുന്നത് 2/7 ആണ്. അപ്പോൾ റേഷ്യോ എന്താണ്? k ഈസ് ടു 1 ഈസ് ഇക്വൽ ടു 2 ഈസ് ടു 7. അപ്പോൾ നമുക്ക് റേഷ്യോ എന്ത് കിട്ടി? 2 ഈസ് ടു 7 എന്ന് നമുക്ക് റേഷ്യോ കിട്ടി. ഇനി ഇതിനെ ചെയ്താലും നമുക്ക് സെയിം ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പം ഞാൻ അതൊന്നുകൂടെ ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സോ ദ പോയിൻറ്റ് നെഗറ്റീവ് 4,6 ഡിവൈഡ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദ പോയിൻറ്റ്സ് എ നെഗറ്റീവ് 6,10 ആൻഡ് ബി 3,-8 ഇൻ ദ റേഷ്യോ 2 ഈസ് ടു 7 എന്ന് നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് എഴുതാം. അത് നിങ്ങൾ എഴുതിക്കോണം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി നിങ്ങൾക്കൊരു സംശയം കാണും, അടുത്തത് ചെയ്യുമ്പോഴും 2 ഈസ് ടു 7 തന്നെ കിട്ടുമോ എന്നൊരു ഡൗട്ട് കാണും. അതും കൂടെ ഞാനൊന്ന് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ അടുത്തത് എന്താണ്? 6 ഈസ് ഇക്വൽ ടു 6 എന്തിന് ഈക്വലാണ്? അതായത് വൈക്ക് ഈക്വലാണ് ഇത്. അപ്പോൾ 6 ഈസ് ഇക്വൽ ടു എന്തെഴുതാം? നെഗറ്റീവ് 8k പ്ലസ് 10/k പ്ലസ് 1. ഇതിനെ ഞാൻ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 6k പ്ലസ് 6 ഇൻറ്റു 1 6. അതായത് 6 ഇൻറ്റു k പ്ലസ് 1 എന്നുള്ളതിനെ ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി എഴുതിയതാണിത്. ഒരു സ്റ്റെപ്പ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതിയത് കേട്ടോ. നെഗറ്റീവ് 8k പ്ലസ് 10. ഇനി ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ 6k പ്ലസ് 8k ഇസ് ഇക്വൽ ടു 10 മൈനസ് 6. ഇത് രണ്ടും കൂടെ എന്ത് വരും? 14k ഈസ് ഇക്വൽ ടു 4. k ഈസ് ഇക്വൽ ടു 4/14. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2/7. കണ്ടല്ലോ? k ഈസ് ഇക്വൽ ടു നമുക്ക് 2/7 എന്ന് കിട്ടി. k മീൻസ് k/1. അപ്പോൾ റേഷ്യോ എഴുതിയാൽ എന്ത് വരും? k ഈസ് ടു 1 ഈസ് ഇക്വൽ ടു 2 ഈസ് ടു 7. സെയിം തന്നെ കിട്ടിയല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി. എക്സും വൈയും ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരെണ്ണം ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് റേഷ്യോ കിട്ടും കേട്ടോ. അപ്പോൾ റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ ഇതിലേക്ക് സെക്ഷൻ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒന്നെങ്കിൽ x ഈസ് ഇക്വൽ ടു അല്ലെങ്കിൽ y ഈസ് ഇക്വൽ ടു ഏതെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേഷ്യോ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ 7 കഴിഞ്ഞു. ഇനി അടുത്ത എക്സാമ്പിളുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.